ഗൈസ് ഈ വരുന്ന 18-ന് ഇന്ത്യക്ക് ഒരു മത്സരമുണ്ടല്ലോ, ഇന്റർനാഷണൽ ഫ്രണ്ട്ലി എഗെയിൻസ്റ്റ് മലേഷ്യ. ഹൈദരാബാദിൽ വെച്ചാണ് ആ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നോ അവർ ഒപ്പോണൻസിൽ മലേഷ്യയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 133-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. അതായത് ഇന്ത്യയേക്കാൾ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല റാങ്കിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പം ഏഷ്യൻ റീജിയനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് തൊട്ട് താഴെ മാത്രം നിൽക്കുന്ന രാജ്യമാണ് റാങ്കിങ് വൈസ് മലേഷ്യ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു തുല്യ ശക്തർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബേസിസിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിന് വേണ്ടി പോർട്ട് 1-ൽ ഇന്ത്യക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന രാജ്യമായിരുന്നു മലേഷ്യ എന്നുള്ളത്. അവരുടെ പരിശീലകനായിട്ട് വരുന്നത് പോൾ മാർട്ടി എന്ന 41-year-old ആയിട്ടുള്ള ഒരു കോച്ചാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു കെയർ ടേക്കർ കോച്ച് എന്ന നിലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്ത് വരുന്നത്. 4 മാച്ച് മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷേ അതിൽ 3 മാച്ചസും വിൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് എടുത്ത് പറയണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോഴത്തേക്ക് 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ് ഏജ് ആണ്. 2011 ഹോങ്കോങ് ക്ലബ്ബായിട്ടുള്ള കിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൽ അവരുടെ ഒരു അക്കാഡമിക് ലെവലിലൊക്കെ പ്രവർത്തിച്ചാണ് തുടങ്ങുന്നത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേജർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണയിലെ അണ്ടർ 18, അണ്ടർ 19, ബാഴ്സലോണ ബി ടീമുകൾ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഹോങ്കോങ് നാഷണൽ ടീമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ഹെഡ് കോച്ച് എന്ന നിലയിലൊന്നും അല്ല, ഒരു ആനലിസ്റ്റ് ആയിട്ടും അതുപോലെ അസിസ്റ്റന്റ് കോച്ച് എന്ന നിലയിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. 2022 മലേഷ്യയിൽ അദ്ദേഹം എത്തുന്നത് അസിസ്റ്റന്റ് കോച്ച് എന്ന നിലയിൽ. എന്നാൽ അതിനുശേഷം കോച്ച് സാക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഒരു ഹെഡ് കോച്ച് അല്ലെങ്കിൽ ഒരു കെയർ ടേക്കർ കോച്ച് എന്ന നിലയിലേക്കുള്ള ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത്. അവരുടെ കോമ്പറ്റീറ്റീവ് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് നോ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻസ്. എന്നാൽ ഏഷ്യൻ കപ്പിലേക്ക് വരുന്ന സമയത്ത് 2007 ശേഷം 2024 നടന്നിട്ടുള്ള ഒരു ഏഷ്യൻ കപ്പിലാണ് അവർ കളിക്കുന്നത് എന്നുള്ളതാണ്. സോ അവിടുത്തെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാനായിരുന്നു. അവർ സൗത്ത് കൊറിയക്കെതിരെ 3-3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡ്രോ ഒക്കെ നേടിയിരുന്നു. പക്ഷേ അവർക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല, ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മലേഷ്യയുടെ ന്യൂ കോച്ച് വന്നതിന് ശേഷം അവർ 4 മാച്ചസാണ് കളിച്ചതെന്ന് പറഞ്ഞിരുന്നു. അവർ ഏറ്റവും ഒടുവിൽ കളിച്ചത് ഇന്നലെ, അതായത് നവംബർ 14 ലാവോസിനെതിരെയാണ്. അതിൽ 3-1 എന്ന് പറയുന്നൊരു സ്കോറിൽ വിൻ ചെയ്യാൻ സാധിച്ചു. ന്യൂസിലൻഡിനെതിരെയാണ് പരാജയപ്പെട്ടത്. 4-0 എന്ന് പറയുന്നൊരു ലോസ് ആണ് നേരിടേണ്ടി വന്നത്. അതുപോലെ ലെബനനെതിരെ 1-0 വിൻ ആൻഡ് ഫിലിപ്പൈൻസിനെതിരെ 2-1 ഒരു വിൻ ഒക്കെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഒമാൻ, കിർഗിസ്ഥാൻ ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. 3-ാം സ്ഥാനത്താണ് മലേഷ്യ ഫിനിഷ് ചെയ്തിട്ട് ഔട്ടായി പോകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒമാനാണ് 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. അവരുമായിട്ട് ജസ്റ്റ് 3 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൊട്ടുമുകളിലുള്ള കിർഗിസ്ഥാനുമായിട്ട് 1 പോയിന്റ് ഡിഫറൻസ് മാത്രമാണ്. അങ്ങനെ ഒരു ജസ്റ്റ് മിസ്സായിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 3rd റൗണ്ടിലേക്ക് മലേഷ്യക്ക് നഷ്ടമായത് എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് ഇന്ത്യയും ഖത്തറുമൊക്കെയായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 16 പോയിന്റ്സ് ഒക്കെയാണ്. ഞാനൊരു പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്തതാണ് എന്നുള്ളതാണ്. എനിവേ, ഒരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് ഇന്ത്യയുമായിട്ട് നോക്കുന്ന സമയത്ത് ഇവർ ചരിത്രത്തിൽ 25 തവണയാണ് പരസ്പരം കളിച്ചിട്ടുള്ളത്. അതിൽ 7 മാച്ചസ് ഈച്ച് വിൻ ചെയ്തിട്ടുണ്ട് ഇരു ടീമുകളും. അതുപോലെ 11 മാച്ചസ് ഡ്രോ ആകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം മർഡേഗ കപ്പ് മലേഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരമാണ്. അതിൽ 4-2 മലേഷ്യ വിജയിച്ചിരുന്നു. പക്ഷേ അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു മാച്ചാണ്. റഫറി ഡിസിഷൻസ്, ഗോള് അലൗഡ് ചെയ്യാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ പറഞ്ഞൊരു റൈവലറി ഫാൻസിൻ്റെ ഇടയിലും അതുപോലെ പ്ലേയേഴ്സിൻ്റെ ഇടയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇവരുടെ വാച്ച് ഔട്ട് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ നോക്കുന്ന സമയത്ത് ഇവർക്ക് പറഞ്ഞൊരു ഇന്ത്യയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഫാക്ടറാണ് അവരുടെ ഒറിജിൻ പ്ലേയേഴ്സും അതുപോലെ നാച്ചുറലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിൻ്റെ കാര്യമാണ്. അതിലിപ്പം ഇംഗ്ലണ്ടിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഫിൻലൻഡിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അർജൻറ്റീനയിൽ നിന്നുള്ള പ്ലേയേഴ്സ് ഉണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുള്ള അങ്ങനത്തെയൊക്കെ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ ഒരു പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിക്കോൽ അഗ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള അർജൻറ്റീനക്കാരനായിട്ടുള്ള ഒരു പ്ലെയറാണ്. അർജൻറ്റീനക്കാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് 2017 മലേഷ്യൻ ലീഗിൽ എത്തുന്നത്. അതിനുശേഷം 2022 മലേഷ്യൻ പൗരത്വമൊക്കെ നേടി നാഷണൽ ടീമിന് വേണ്ടിയൊക്കെ കളിച്ചു തുടങ്ങുന്നത്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ഒരു താരമാണ്. അടുത്തത് സഫ്വാൻ റാഷിദ് എന്ന് പറഞ്ഞിട്ടുള്ള മലേഷ്യയിൽ തന്നെ ബോൺ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അവിടുത്തെ ഒരു ഫേമസ് ക്ലബ്ബായിട്ടുള്ള ജോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബുണ്ട്, JDT, അവരുടെ ഒരു പ്ലെയറാണ്. പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യത്യസ്ത ക്ലബ്ബുകൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലബ്ബിലാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു വിങ്ങറായിട്ടൊക്കെയാണ് കൂടുതലും കളിക്കുന്നത്. നാഷണൽ ടീമിന് വേണ്ടി ഇപ്പോൾ 27 വയസ്സേ ഉള്ളൂ, എങ്കിലും 63 മത്സരങ്ങളിൽ നിന്ന് 22 ഗോൾസൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള അതൊരു നല്ല നമ്പറായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയേണ്ട ഒരു പേരാണ് അവരുടെ ഒരു സ്കോട്ടിഷ് അഡീഷൻ ഫെർഗസ് ടെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ്.
ഈ ഒരു പ്ലെയറെ പറ്റി പറയുമ്പോഴത്തേക്കും വളരെ യങ് ആണ്, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറാണ്. സ്കോട്ട്ലൻഡിൽ ബോൺ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ. പിന്നീട് JDTയുടെ ഒരു അക്കാഡമിയിലൊക്കെ എത്തിയിരുന്നു. അതിനുശേഷം മലേഷ്യയ്ക്ക് വേണ്ടിയാണ് അണ്ടർ-23 ഒക്കെ കളിച്ചത്. അണ്ടർ-23 ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഒറ്റ മത്സരം മാത്രമാണ് മലേഷ്യയ്ക്ക് വേണ്ടി സീനിയർ ലെവലിൽ കളിച്ചിട്ടുണ്ട്. അതിപ്പം ലാസ്റ്റ് 14th നടന്ന ലാവോസിനെതിരെ നടന്നിട്ടുള്ള ഒരു മത്സരത്തിലാണ്. ഒരു അറ്റാക്കർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് നോ ഓവർ ഒപ്പോണൻസിൽ മലേഷ്യയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് മാച്ച് പ്രിവ്യൂവിൽ മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ? സനിയ.